ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ട്വിൻ ഫ്ലെയിംസിന് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുമോ? അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. തീർച്ചയായിട്ടും വർക്കൗട്ട് ആകും. ട്വിൻ ഫ്ലെയിംസ് മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആണ്. പക്ഷേ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു ഡി എഫ് ഒരിക്കലും ഡി എമ്മിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡി എം ലൈഫിലേക്ക് വരികയും വലിയൊരു നമ്മൾ അതിന് മുന്നേ ഫേസ് ചെയ്തതിനേക്കാൾ വലിയൊരു പെയിനും ട്രിഗറും ഒക്കെ തന്ന് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം ഒരു സെപ്പറേഷൻ ഫേസ് നമ്മൾ തരണം ചെയ്ത് മുന്നേക്ക് വന്ന് മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ, ആ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ചേസ് ചെയ്ത് നടക്കുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ സാധ്യമാകില്ല. ചേസിങ് നിർത്തി നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് കരുതി നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരുന്ന സമയത്ത് ഡി എം തിരിച്ചു വരും. അപ്പോഴേക്കും തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതിനേക്കാളും വലിയൊരു പെയിന് തന്നിട്ട് ട്രിഗറും തന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ട്രിഗർ തന്ന ഡി എം പോകുന്നത് ഉള്ളിലുള്ള നമ്മൾ എന്താണോ ഹീൽ ചെയ്യേണ്ടത്, നമ്മുടെ നെഗറ്റീവ് പാർട്സ് ഹീൽ ചെയ്ത് മുന്നിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്, സോളിനെ പ്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ അറിയില്ലായിരിക്കും ഈ ജേണി ആണെന്ന്. അപ്പോൾ ഈ ജേണി ആണെന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ദൈവം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരും. ഇന്ന വർക്കുകൾ ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ എന്താണോ നമുക്ക് കിട്ടിയ ട്രിഗർ, അതിൻ്റേതായിട്ടുള്ള ഇന്ന വർക്ക് ആദ്യം ചെയ്യുക. ആ ഇന്ന വർക്ക് ചെയ്ത് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ഇന്ന വർക്ക് എല്ലാം ചെയ്ത് നമ്മുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴും ലൈഫിൽ നമുക്ക് ഒരുപാട് സർക്കംസ്റ്റാൻസസ് നേരിടേണ്ടതായിട്ട് വരും. നമുക്ക് ചുറ്റിലും ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയും നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അത് കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാലും എന്താണോ നമുക്ക് അപ്പോഴത്തെ നമ്മുടെ നിലനിൽപ്പിന്, ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടും കാശ് കൂടിയേ തീരും. ആ സമയത്ത് ആദ്യം മണി ബ്ലോക്കേജ് മാറ്റുക, അതിനുശേഷം മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അപ്പോൾ എവിടെയാണോ തടസ്സമുള്ളത്, എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്തായാലും ഒരു ബ്ലോക്കേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ആ ബ്ലോക്കേജ് റിമൂവ് ചെയ്തതിന് ശേഷം മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻസ് 100% വർക്കൗട്ട് ആകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ കൂടുതൽ നമ്മളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു യാത്രയ്ക്കിടയിൽ നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ആ സോൾ പർപ്പസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയും ബ്ലോക്കേജസ് ഉണ്ടാവും. അവിടെയും എന്താണ് ബ്ലോക്കേജ് എന്ന് മനസ്സിലാക്കി ആ ബ്ലോക്കേജ് റിമൂവ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സാണ്. അവർക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു പവറുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം എന്താണോ ബ്ലോക്കേജ് അത് റിമൂവ് ചെയ്യുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. മാനിഫെസ്റ്റേഷനും ചെയ്യുക, പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. പിന്നെ ഒരിക്കലും ഡി എമ്മിന് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. അത് നാച്ചുറലി നമ്മളിലേക്ക് തിരിച്ച് വരേണ്ടുന്നതാണ്. അത് നാച്ചുറലി സംഭവിക്കട്ടെ. നമ്മൾ സെൽഫിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി നമ്മുടെ സോൾ പർപ്പസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്നർ യൂണിയൻ സാധ്യമാകും. ഇന്നർ യൂണിയന് ശേഷം
നിങ്ങളുടെ ഈ ജേണി, നിങ്ങളുടെ ഇന്നർ വർക്കും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അടുത്ത ഡിവൈൻ മെർജിങ് ഉണ്ടാകും. അതിന് പിന്നാലെ തന്നെ ആ പ്രോസസ്സ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ തന്നെ ഡിവൈൻ യൂണിയനും സാധ്യമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത്. അത് കൂടുതലും നിങ്ങളിലേക്ക് വരും. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വരും. വന്നിട്ട് കൂടുതൽ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടുപേർക്കും, DM-നും TF-നും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. ബാക്കി നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി എന്ത് കാര്യത്തിലും ബ്ലോക്കേജസ് റിമൂവ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. 100% സക്സസ്ഫുള്ളാണ്. ട്വിൻ ഫ്ലെയിംസ് മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സാണ്. ഓക്കെ, എല്ലാവരുടെയും ജേണി സക്സസ്ഫുൾ ആകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓം ശക്തി.